for the nation. Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. മെലഡീസ് വിത്ത് പിയാനോ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേദിയിലേക്ക് വരുന്നു ഭാഗ്യലക്ഷ്മി. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഭാഗ്യ. ഹായ് ഭാഗ്യ. ഹായ് ചേച്ചി. ധാവണിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് ഭാഗ്യക്കുട്ടി. താങ്ക് യു ചേച്ചി. പെർഫോമൻസിന് റെഡി ആണല്ലോ? ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഹേറാം എന്ന ഫിലിമിലെ നീ പാർത്ത പാർവൈ. റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. பார்வைக்கொரு நன்றி, நாமை சேர்த்த இரவுக்கொரு நன்றி, அயராத இளமை சொல்லும் நன்றி நன்றி, அகலாத நினைவு சொல்லும் நன்றி நன்றி.
താങ്ക് യു. ഭാഗ്യക്കുട്ടി, എന്തോ മെലഡീസ് വിത്ത് പിയാനോ റൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഭാഗ്യ ഞങ്ങൾക്ക് തന്നത്. ലാൽക്കൻ ചേട്ടാ ആസ് ഓൾവേസ് നന്നായിരുന്നു. ഭാഗ്യയുടെ കമൻസ് അറിയാം നമുക്ക്. അനുവേട്ടനിൽ നിന്ന് തുടങ്ങുന്നു. ഭാഗ്യലക്ഷ്മി, എന്തോ ദ ലെജൻഡ് ഇസൈജ്ഞാനി ഇളയരാജയുടെ ഏറ്റവും നല്ല സൃഷ്ടികളിൽ പെടുത്താവുന്ന ഒരു ഗാനം അസലായിട്ട് പാടി മോളെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ആൻഡ് ഈ പാട്ടിൻ്റെ ഒറിജിനൽ ട്രാക്കിലും പിയാനോ ആണ് ഈ പാട്ടിൻ്റെ ജീവൻ. നമുക്ക് ഇവിടെ റാൽഫിൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഈ പാട്ടിനെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ബ്രദർ, താങ്ക്സ് എ ലോട്ട്. ഇതിൻ്റെ ഒറിജിനൽ ട്രാക്ക് ഇഫ് ഐ എം കറക്റ്റ്, അത് വായിച്ചിട്ടുള്ളത്, പിയാനോ വായിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പിയാനോ പ്ലെയേഴ്സിൽ ഒരാളായ വിജി മാനുവൽ എന്ന പ്ലെയറാണ്. അദ്ദേഹമാണ് ഇളയരാജ സാറിൻ്റെ ഒരുപാട് പാട്ടുകൾക്ക് വായിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹിസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഓൾ ടൈം ഗ്രേറ്റ് പിയാനോ പ്ലെയേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പം അദ്ദേഹം വായിച്ച ഒരു സോങ് കൂടിയാണിത്. ഹേ റാം എന്ന പുതിയ സിനിമ എന്ന് വെച്ചാൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രം, കമ്പാരിറ്റീവ്ലി റീസെൻറ്റ് മൂവി. ഈ പാട്ട് പാടിയിട്ടുള്ളത് ഹരിഹരൻ സാറും ആശാ ഭോസ്ലിയുമാണ്. വാലിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. കമൽ ഹാസൻ ആൻഡ് റാണി മുഖർജി ഇവരാണ് പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ കൈൻഡ് ഓഫ് മെലഡി മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് 4 പ്രാവശ്യവും വരുന്നത്, 4 ചരണങ്ങളിലായിട്ട് അല്ലേ മോളെ, 3 ചരണങ്ങളിലായിട്ട് വരുന്നത് അതേ മെലഡി തന്നെയാണ്. മോൾക്ക് ഇതിലുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹെവിലി ഇമോഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സോങ്ങാണ്. ആ പവർ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ആൻഡ് ഫീൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് മോളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് കൺവേ ചെയ്തു. കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. ബിക്കോസ് ഞാനും റാൽഫിനും കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ഈ ഉയിരേ എന്ന വാക്ക് അതാണ് ഈ പാട്ടിൻ്റെ ഒരു ജീവനാഡിയായിട്ട് അതിൻ്റെ മെലഡി സപ്പോർട്ട് ചെയ്യുന്നത്. പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ റഹ്മാൻ സാർ ചെയ്ത ഉയിരെ ഒരു കൈൻഡ് ഓഫ് വേ, വിദ്യാസാഗർ ഉയിരെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടേതായ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ഇൻഡീഡ് സംതിങ് വെരി സ്പെഷ്യൽ. അദ്ദേഹം ചെയ്തിട്ടുള്ള ഇതിലെ ഉയിരെ എന്ന മെലഡി അല്ലേ, നമ്മை ചേർത്ത ഇരവ് കൊണ്ട് ഒരു നன்றി, അയലാത ഇരവ് സൊല്ലും നன்றി നன்றി, ഉയിരെ എന്ന ഒരു എൻഡ് മെലഡിയും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ചെയ്ത പാട്ട്. എനിക്ക് എടുത്തു പറയത്തക്ക ഫ്ലോസ് ഒന്നും തോന്നിയില്ല സത്യം പറയുകയാണെങ്കിൽ. ഇതിൽ തേവയില്ലേ എന്ന് പറഞ്ഞ പോർഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അത് അത്രയും നല്ല ഫീലോടുകൂടി മോള് പാടി. എനിക്ക് എല്ലാം കൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഭാഗ്യക്കുട്ടി, ഹായ് ചേച്ചി. നല്ല ഉടുപ്പ്, 2 സൈഡിലും മുടിയൊക്കെ കെട്ടി നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. നല്ല പാട്ട്. അധികം നമ്മളിപ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. ഇതൊന്നും അങ്ങനെ ആരും സ്റ്റേജിൽ അങ്ങനെ ആരും ഇതുവരെയും പാടി കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ആരും ഇതുവരെ പാടിയിട്ടുണ്ടെന്ന്. പക്ഷേ മോള് അനുപേട്ടൻ സെലക്ട് ചെയ്ത് തന്നതുകൊണ്ട് ഈ പാട്ട് എടുക്കാനും നമുക്ക് ഈ സ്റ്റേജിൽ കേൾക്കാനും സാധിച്ചു. മോളാൽ കഴിയുന്ന വിധം വളരെ ഭംഗിയായിട്ട് ഇതിനെ ഗാനം ആലപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഭയങ്കര ഇതൊന്നും അനുഭവം പറഞ്ഞ പോലെ ഭയങ്കര കഷ്ടപ്പെടേണ്ട പാട്ടല്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ ഫീല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാടിയിട്ട് തന്നെ കാര്യമില്ല. അതുകൊണ്ട് ഈ കുറച്ച് പോർഷൻ അധികം ലെങ്തി ആയിട്ട് തന്നെ തോന്നുന്നു ഈ പാട്ടല്ലേ. പക്ഷെ ഉള്ള പോർഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ മോള് പാടി. അതുപോലെ ഫസ്റ്റ് ലൈൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നാമ ചേർത്ത് ഇരവുക്ക് നன்றി നன்றി, അത് നല്ല ഭംഗിയായിട്ട് തന്നെ പാടി. ഉയരേ എന്നുള്ള പോർഷൻ ആദ്യത്തെ പ്രാവശ്യം മാത്രം ചെറിയൊരു ഡൗട്ട് അടിച്ചു, രണ്ടാമത്തെ പോർഷൻ രസമായിട്ട് തന്നെ പാടി. റാണി മുഖർജി കമലഹാസൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഹിറ്റ് ചെയ്ത ഒരു ക്ലാസിക് മൂവി എന്ന് വേണം പറയാൻ. എന്തായാലും ഒത്തിരി സന്തോഷമുള്ള ഒരു ക്ലാസിക് മൂവിയിൽ ഒരു ക്ലാസിക് സോങ് തന്നെ വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തതിന് അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക് യു ചേച്ചി. ഭാഗ്യലക്ഷ്മി, സർ, മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഇളയരാജ സാറിൻ്റെ ഹേറാം എന്ന് പറയുന്ന കമൽഹാസൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് മനോഹരമായിട്ട് നമ്മൾ പാടി കേട്ടോ. താങ്ക് യു സർ. ഒരുപാട് ചാലഞ്ചസ് ഒന്നും ഇല്ലാത്ത പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സ്ട്രെയിറ്റ് നോട്ട്സും അതായത് ഫീലാണ് ഒരുപാട് കൊണ്ടുവരേണ്ടത് ആ പാട്ടിൽ. നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, നോട്ട് വൈസ് ട്യൂൺ വൈസ് ഒരുപാട് ചാലഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മച്ച് മോർ പെർഫെക്റ്റ് എന്നെനിക്ക് തോന്നി. ചില നോട്ടുകൾ തുടക്കത്തിൽ തന്നെ ചെറിയ ഫ്ലാറ്റായ ചെറിയ നോട്ടുകൾ അത്രയൊക്കെ ഉള്ളൂ. അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാമായിരുന്നു തോന്നി. പക്ഷെ ഫീൽ വൈസ് ഒരു എക്സലൻ്റ് ആയിരുന്നു മോള് കേട്ടോ. അത് ഭംഗിയായിട്ട് മോള് പാടി കേട്ടോ. അത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഫീൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു
ഒരു ക്യാരി ചെയ്യുന്ന ഒരു കാര്യം ഫീലാണ്. അത് വേറൊരു രീതിയിൽ പാടിക്കഴിഞ്ഞാൽ അത് പാട്ട് അങ്ങനെ നിൽക്കും, ഒരു മരം പോലെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഫീല് വേണം. അത് മോളുടെ അതിൽ ധാരാളം ഉണ്ടായിരുന്നു. ഭംഗിയായിട്ടത് പാടി കേട്ടോ. റാൽഫിൻ അത് ഒരു പിയാനോ സോങ് ആണിത്. സീനിലും അത് പിയാനോ വായിച്ചുകൊണ്ടാണ് അത് പാടുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ബോത്ത് ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു ബിജേട്ടാ. ഭാഗ്യക്കുട്ടി, നമുക്ക് മാർക്സ് അറിഞ്ഞാലോ? ഓക്കെ. അനൂപേട്ട ഓൺ 30. മോളെ എനിക്ക് സിംഗിങ് വളരെ ഇഷ്ടപ്പെട്ടു. 28.25 on 30. താങ്ക് യു ചേട്ടാ. Style, attitude and performance 3.75 out of 4. താങ്ക് യു അനൂപേട്ട. റിം ചേച്ചി 28, താങ്ക് യു ചേച്ചി. 2.75. താങ്ക് യു. താങ്ക് യു റിം ചേച്ചി. വിജേട്ടാ 28 ആണ്. എക്സ്പ്രഷന് 2.75. താങ്ക് യു വിജേട്ടാ. ഭാഗ്യക്കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 93.5 out of 100. ഭാഗ്യ നല്ല സ്കോറാണ്. ഭാഗ്യ ഹാപ്പി ആയല്ലോ. ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം. രാജൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ കളർഫുൾ ആയ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, ഞാൻ അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരുന്നതാണ് കൂടുതൽ പെർഫോമൻസുകളുമായി. ഇന്ന് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും റൈറ്റ് ഓപ്ഷൻ ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ആയിരിക്കും. ബൈ സേയിങ് ദാറ്റ്, ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL